തൃശൂർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തീപിടുത്തം. വൈകിട്ട് 5ഓടെയാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ രണ്ടാമത്തെ നിലയിലുള്ള വലതുവശത്തെ ബിൽഡിംഗിലേക്ക് പോകുന്ന കോറിഡോറിലാണ് അപകടമുണ്ടായത്. സ്വിച്ച് ബോർഡിൽ നിന്നാണ് തീ പടർന്നത്. തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയത്ത് കെട്ടിടത്തിനുള്ളിൽ രോഗികളും ജീവനക്കാരും ഉണ്ടായിരുന്നുവെങ്കിലും തീ ആളി പടരുന്നത് കണ്ട് ഉടനെ തന്നെ ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. അധികൃതർ പെട്ടെന്ന് തന്നെ തീ അണച്ചതിനാൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. രോഗികൾ എല്ലാവരും സുരക്ഷിതരാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്നാലും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ രണ്ടാമത്തെ നിലയിലുള്ള വലതുവശത്തെ ബിൽഡിംഗിലേക്ക് പോകുന്ന കോറിഡോറിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. സ്വിച്ച് ബോർഡിൽ നിന്നാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അടക്കം പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും സംഭവ സ്ഥലത്ത് കെട്ടിടത്തിനുള്ളിൽ രോഗികളും ജീവനക്കാരും ഉണ്ടായിരുന്നുവെങ്കിലും ഈ തീ ആളി പടരുന്നത് കണ്ട ഉടനെ തന്നെ ഇവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. അധികൃതർ പെട്ടെന്ന് തന്നെ തീ അണച്ചതുകൊണ്ട് തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തൃശൂർ മലക്കപ്പാറയിലെ അമ്പലപ്പാറ പുഴയിൽ കാണാതായി 21-കാരന്റെ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് നീലഗിരി പന്തലൂർ സ്വദേശി ധനുഷ് ശിവരാജാണ് മുങ്ങി മരിച്ചത്. അപ്പർ ഷോളയാറിന് താഴെയാണ് സംഭവം. തമിഴ്നാട് ഷെയ്ഖൽമൂടിന് വിവാഹ ചടങ്ങിനെത്തിയതാണ് ധനുഷ്. വിവാഹത്തിന് എത്തിയവരിൽ ധനുഷ് ഉൾപ്പെടെയുള്ള സംഘം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ചാലക്കുടി ഫയർഫോഴ്സിന് വിവരം അറിയിച്ചതനുസരിച്ച് ഇന്ന് രാവിലെ മുതൽ സ്കൂബ സംഘം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മലക്കപ്പാറ പോലീസ്, തമിഴ്നാട് ഷെയ്ഖൽമൂട് പോലീസ് എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. ഏതായാലും മലക്കപ്പാറയിലെ അമ്പലപ്പാറ പുഴയിൽ കാണാതായ 21-കാരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിയാണ് മരിച്ച ധനുഷ് ശിവരാജ് എന്ന് പറയുന്നത്. അപ്പർ ഷോളയാറിന് താഴെയായാണ് ഈ സംഭവം ഉണ്ടായത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇവർ. അതോടൊപ്പം തന്നെ മുങ്ങി മരിക്കുകയായിരുന്നു. ഏതായാലും തമിഴ്നാട് സ്വദേശിയായ ധനുഷ് ശിവരാജാണ് മരിച്ചത്. തൃശൂർ പുത്തൂർ വെട്ടുകാട് കാരുക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചന്ദനക്കുന്ന് സ്വദേശി ദിലീപിന്റെ മകൻ ശിവാനന്ദാണ് മരിച്ചത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവാനന്ദൻ. കാരുക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. അപകടത്തിൽപ്പെട്ട ഉടൻ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പുത്തൂർ വെട്ടുകാടാണ് ഇത്തരത്തിൽ കുളിക്കാനിറങ്ങിയ 9ാം ക്ലാസ്സുകാരൻ മുങ്ങി മരിച്ചത്. ചന്ദനക്കുന്ന് സ്വദേശി ദിലീപിന്റെ മകനായ ശിവാനന്ദനാണ് മുങ്ങി മരിച്ചത്. പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവാനന്ദൻ. കാരുക്കുളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റു. കുട്ടികളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന PG വിദ്യാർത്ഥിനി കൂടിയായ ശ്രേയയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. രാവിലെ കാർ പാർക്ക് ചെയ്ത് ആശുപത്രിയിലേക്ക് നടന്നു വരുമ്പോഴാണ് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഇഴഞ്ഞു വന്ന പാമ്പ് ഡോക്ടറെ കടിച്ചത്. സംഭവത്തെ തുടർന്ന് ആശുപത്രി ജീവനക്കാർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. തൃശൂർ ചെമ്പുകാവിൽ നിയന്ത്രണം തെറ്റിയ ബൈക്ക് ഡിവൈഡറിലും കാറിലും ഇടിച്ച അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ പരിക്കേറ്റയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല.